ഇന്നലെ ശരത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. എൻ്റെയും മോൻ്റെയും ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് പുള്ളിക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ശുഷ്കാന്തിയാണ്. പക്ഷെ സ്വന്തം ബർത്ത്ഡേ വരുന്ന സമയത്ത് അതൊന്നും വേണ്ട എന്ന് പറയും. അതുകൊണ്ട് തന്നെ ശരത്തിൻ്റെ മിക്കവാറും എല്ലാ ബർത്ത്ഡേസും വീട്ടിൽ തന്നെ ആയിരിക്കും സെലിബ്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ശരത്തിന് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. ഇപ്രാവശ്യം കേക്കിന് പകരം ഞാൻ ഉണ്ടാക്കിയത് ബാപ്പാഡോയാണ് കേട്ടോ. ബാപ്പാഡോയ ഒരു ബംഗാളി ഡിഷാണേ. ഡീറ്റെയിൽ റെസിപ്പി വേണ്ടവരൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ മോനും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും ഒരു ഹാൻഡ് മെയ്ഡ് ഗ്രീറ്റിംഗ് കാർഡ് അച്ഛന് വേണ്ടിയിട്ട് ഉണ്ടാക്കി. ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു അച്ഛൻ ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അച്ഛൻ വന്ന ഉടനെ തന്നെ നേരെ കുറേ ഫ്ലവേഴ്സൊക്കെ അച്ഛൻ്റെ മേതെ എറിഞ്ഞ് ഒരു റോസൊക്കെ കൊടുത്ത് പിന്നെ ഗ്രീറ്റിങ്ങും കൊടുത്തു. ആൾ ഹാപ്പി. ഞാനിവിടെ കഷ്ടപ്പെട്ടിട്ട് ഓരോ പണി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഉണ്ടാവും ചിലപ്പോൾ ആ ഗ്രീറ്റിങ്ങിന് പുള്ളിയുടെ മനസ്സിൽ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കല്ല ബാപ്പാടോയ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഡിന്നറിലേക്ക് കിടന്നു കേട്ടോ. ഡിന്നറിന് ഞാൻ ഇന്നലെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ചോലെ മസാല, പാവ് ഭാജി, സാലഡ്, ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കിയത്, പൂരി, പിന്നെ ചിക്കൻ ഫ്രൈ. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ള ഡിന്നർ. ഞാൻ പൊതുവെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. കുക്കിംഗ് ഇഷ്ടപ്പെടുക മാത്രമല്ല അത് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിൽ ഞാൻ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. ശരത്തിൻ്റെ കാര്യത്തിൽ ഏത് ഭക്ഷണം കൊടുത്താലും അത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ശരത്ത്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞിട്ട് എന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സന്തോഷം തന്നെ തോന്നിയിട്ടുള്ളൂ.